എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് ചെമ്പ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ്. ചെമ്പ് എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മലയാളികൾക്ക് ഏറെ സുപരിചിതനായിട്ടുള്ള താരമായ മമ്മൂട്ടിയുടെ വീടാണ് ചെമ്പിൽ ഉള്ളത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും വീടിൻ്റെ തൊട്ടടുത്തുള്ള മറ്റൊരു താരവും കൂടിയുണ്ട് ചെമ്പിൽ. അദ്ദേഹത്തിൻ്റെ പേരാണ് ചെമ്പിൽ അശോകൻ. അദ്ദേഹത്തിൻ്റെ വീടെന്ന് കാണുവാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ചെമ്പിൽ അശോകനെ മലയാളികൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു താരവും കൂടിയാണ്. കോട്ടയം ജില്ലയിലെ വൈക്കം ചെമ്പ് സ്വദേശിയായ അശോകൻ നാടകത്തിലൂടെയാണ് തൻ്റെ അഭിനയ ജീവിതം ആരംഭിച്ചത്. വൈക്കം മാളവിക പോലുള്ള പ്രശസ്ത നാടക സമിതികളിൽ അദ്ദേഹം വർഷങ്ങളോളം പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ നാടക പാരമ്പര്യമാണ് അദ്ദേഹത്തിന് സിനിമയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കരുത്തായത്. 1960 നവംബർ 21 ഇദ്ദേഹത്തിൻ്റെ ജനനം. മലയാള സിനിമയിൽ ശ്രദ്ധേയമായ നിരവധി കഥാപാത്രങ്ങളെ ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ശ്രദ്ധേയമായ സിനിമകളിലും ഹാസ്യവേഷങ്ങളിലും ക്യാരക്ടർ റോളുകളിലും അദ്ദേഹം തിളങ്ങിയിട്ടുണ്ട്. ഏകദേശം 50ലധികം സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ചെമ്പിൽ അശോകൻ എന്ന് പറയുന്ന സിനിമാ നടൻ്റെ വീട്. ഗേറ്റിൽ അദ്ദേഹത്തിൻ്റെ പേരും കൂടെ കാണാം നമുക്ക് വാതിക്കൽ തന്നെ ചെല്ലുമ്പോൾ. നമ്മുടെ സൂപ്പർ സ്റ്റാറായ മമ്മൂട്ടിയുടെ തൊട്ട് അയൽവക്കക്കാരനാണ് ചെമ്പിൽ അശോകൻ എന്ന് പറഞ്ഞ ഈ നടൻ. ഏകദേശം 22 വർഷത്തോളം നാടകരംഗത്ത് പ്രവർത്തിച്ചിരുന്നു ഈ ഒരു കലാകാരൻ. അതിനു മുൻപ് മമ്മൂട്ടിയുടെ സഹോദരൻ ഇബ്രാഹിം കുട്ടി അദ്ദേഹത്തെ സിനിമയിലേക്ക് കൊണ്ടുപോയി പരിചയപ്പെടുത്തി. അമൃത ടിവിയുടെ 2008 സംപ്രേഷണം ചെയ്തിരുന്ന സീരിയലിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം ശ്രദ്ധിച്ച സംവിധായകൻ സത്യനന്ദിക്കാട് ഭാഗ്യദേവത എന്ന തൻ്റെ സിനിമയിലേക്ക് അദ്ദേഹത്തെ അഭിനയിക്കാൻ ക്ഷണിക്കുകയായിരുന്നു. പാപ്പി അപ്പച്ച എന്ന സിനിമയിലെ കുടനന്നാക്കാൻ വരുന്ന ആൾ എന്ന കഥാപാത്രം അദ്ദേഹത്തിന് വലിയ ജനപ്രീതി നൽകി. സെല്ലിലോയിഡ് ജെ.സി. ഡാനിയലിൻ്റെ ജീവിതം പറഞ്ഞ ചിത്രത്തിലെ അഭിനയം ശ്രദ്ധിക്കപ്പെട്ടു. മറ്റ് ചിത്രങ്ങളായ വെള്ളരിപ്രാവിൻ്റെ ചങ്ങാതി, ഇയ്യോബിൻ്റെ പുസ്തകം, പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയും, ആടുപുലിയാട്ടം തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലും ഇദ്ദേഹം അഭിനയിച്ചു. ടെലിവിഷൻ രംഗത്ത് സിനിമയേക്കാൾ ഉപരിയായി കുടുംബ പ്രേക്ഷകർക്കിടയിൽ അദ്ദേഹം പ്രിയങ്കരനായി മാറിയത് മിനി സ്ക്രീനിലൂടെയാണ്. മറിമായം എന്ന ജനപ്രിയ ആക്ഷേപഹാസ്യ പരമ്പരയിലും ഇദ്ദേഹം അഭിനയിച്ചു. നിരവധി കോമഡി സ്കിറ്റുകളിലും ടെലിവിഷൻ ഷോകളിലും ഇദ്ദേഹം സജീവ സാന്നിധ്യമാണ്. ഗ്രാമീണ തനിമയുള്ള സംസാര ശൈലിയും സ്വാഭാവിക ഹാസ്യമാണ് ഇദ്ദേഹത്തിൻ്റെ അഭിനയ സവിശേഷത. ഇദ്ദേഹത്തിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കല്. ഇനിയും ഇതുപോലുള്ള മറ്റൊരു വീണ്ടും കാണാം.